അല്ലേ? ഞാൻ ഇന്ന് ഇംഗ്ലീഷ് മെസ്സേജിൽ എടുത്ത അതേ വചനം തന്നെയാണ് ഞാൻ ഇന്ന് എടുക്കുന്നത്. എന്ന് വെച്ചാൽ ഇന്നലെ രാത്രിയിൽ ഞാൻ കിടക്കാൻ നേരത്തെ കർത്താവ് എന്നോട് പറഞ്ഞ ഒരു വാക്യമാണ് വിക്ടർ മൈൻഡ് സെറ്റ്. ഹല്ലിയ, ജയാളിയുടെ മനോഭാവം, വിക്ടർ മൈൻഡ് സെറ്റ്. ഹല്ലിയ. അപ്പം തിരുവചന 2 വാക്യങ്ങൾ കർത്താവ് പറഞ്ഞു. ആ 2 വാക്യങ്ങൾ നമുക്കൊന്ന് നോക്കി നമുക്ക് വചനത്തിനകത്തേക്ക് കയറാം. ഹല്ലേലൂയ. ഒന്ന് റോമാക്കാരുടെ ലേഖനം 8:37. No, despite all these things, overwhelming victory is ours through Christ who loved us. ഹല്ലേലൂയ. അത് എന്നിട്ട് രണ്ടാമത്തെ വാക്യം റോമാക്കാരുടെ ലേഖനം 12-ാം അധ്യായം 2-ാം തിരുവചനം, Romans 12 verse number 2. Don't copy the behavior and customs of this world, but let God transform you into a new person by changing the way you think. Then you will learn to know God's will for you, which is good and pleasing and perfect. അന്ന് വായിച്ച് 2 വാക്യങ്ങൾ. ഒന്ന് റോമൻസ് 8:37, രണ്ടാമത്തെ വാക്യം റോമൻസ് 12:2. എനിക്ക് തോന്നുന്നു സ്ഥിരമായിട്ട് ഈ വചനം കേൾക്കുന്നവർക്ക് ഈ 2 വാക്യങ്ങളും വളരെ പരിചയമുള്ള വാക്യങ്ങള്. നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ആമേൻ. അത് റോമൻസ് 8:37. നമ്മോ നാമെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും നമുക്ക് പൂർണ്ണ ജയം പ്രാപിക്കുന്നു. എന്നിട്ട് റോമൻസ് 12:2. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഹല്ലേലൂയ. വിക്ടർ മൈൻഡ് സെറ്റ്. ഹല്ലേലൂയ. അപ്പം ഈ വിക്ടർ മൈൻഡ് സെറ്റ് വേണമെങ്കിൽ റോമൻസ് 8:37 ഓവർവെൽമിംഗ്ലി വിക്ടോറിയസ് എന്ന വചനം പറയും. വി ആർ ഓവർവെൽമിംഗ് വിക്ടറി ഈസ് അവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും മോർ ദാൻ കോൺകറേഴ്സ് ആണെന്ന്, ജയാളിയെക്കാട്ടിലും ജയാളിയാണെന്ന്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ അത്യുന്നതപരമായ ജയം എന്റേതാണെന്ന്. ഹല്ലേലൂയ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിച്ചാലും, സാഹചര്യം എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ, ചുറ്റിനും എന്ത് വേണമെങ്കിലും നടന്നോട്ടെ, ഏത് പ്രതികൂലം വേണമെങ്കിലും നടന്നോട്ടെ, നിങ്ങളും ഞാനും കുലുങ്ങത്തില്ല. ഹല്ലേലൂയ. നമ്മള് എല്ലാത്തിലും ജയാളിയുടെ മേൽ ജയാളിയാ. എന്നിട്ട് വചനം പറയുന്നു ഇതെങ്ങനെയാ സാധിക്കുന്നേ? റോമൻസ് 12:2 പറയുന്നു, ക്രിസ്തു യേശുവിൽ നിങ്ങളുടെ മനോഭാവം ഒന്ന് മാറട്ടെ. ലെറ്റ് ഗോഡ് ട്രാൻസ്ഫോം യു ഇൻടു എ ന്യൂ പേഴ്സൺ. ഞാൻ ഒരു പുതിയ സൃഷ്ടിയാകട്ടെ. എങ്ങനെയാ ഞാൻ പുതിയ സൃഷ്ടിയാകുന്നേ? റോമൻസ് 12:2 പറയുന്നു, ഞാൻ ഒരു പുതിയ സൃഷ്ടിയാകുന്നത് എന്റെ ചിന്തകളെ ഞാൻ രൂപാന്തരപ്പെടുത്തുമ്പോൾ. ഹല്ലേലൂയ. ഇന്ന് പറഞ്ഞേ, ഞാനൊരു പുതിയ സൃഷ്ടി. ഓർക്ക പറഞ്ഞേ, ഞാനൊരു പുതിയ സൃഷ്ടി. ഹല്ലേലൂയ. പറഞ്ഞേ, പുതിയ സൃഷ്ടി. ആമേൻ. ഞാനൊരു പുതിയ സൃഷ്ടി. എന്നിട്ട് പറഞ്ഞേ, എന്റെ ചിന്തകള് പുതിയത്. ഹല്ലേലൂയ. എന്റെ ചിന്തകള് പുതിയത്. സ്തോത്രം. അപ്പൊ പുതിയ സൃഷ്ടിക്ക് പുതിയ ചിന്തയാ. പുതിയ വീഞ്ഞു തുരുത്തിക്കകത്തേക്ക് പുതിയ വീഞ്ഞു പകരണം. പഴയ വീഞ്ഞു തുരുത്തിക്കകത്തോട്ട് പഴയ വീഞ്ഞു പകർന്നാല് വീഞ്ഞു പുളിച്ചു പൊങ്ങുമ്പോൾ പഴയ വീഞ്ഞു തുരുത്തി പൊട്ടിപ്പോകും. ഹല്ലേലൂയ. അപ്പം പുതിയ സൃഷ്ടിക്ക് പുതിയ മനസ്സ്, പുതിയ സൃഷ്ടിക്ക് പുതിയ ചിന്ത. ഹല്ലേലൂയ. പുതിയ സൃഷ്ടിക്ക് പുതുതായല്ല. ഹല്ലേലൂയ. അപ്പം വിക്ടർ മൈൻഡ് സെറ്റ് എന്ന് ഇന്നലെ രാത്രി കർത്താവ് എന്നോട് പറഞ്ഞ്. അപ്പം വിക്ടർ മൈൻഡ് സെറ്റ് വേണമെങ്കിൽ, ജയാളിയുടെ മനോഭാവം വേണമെങ്കിൽ, ജയാളി ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. തോറ്റവൻ ചിന്തിക്കുന്നത് പോലല്ല, ജയിച്ചവൻ ചിന്തിക്കുന്നത്. എങ്ങനെയാ ഞാൻ ജയാളിയാവുന്നത്? ഞാൻ കാൽവരി ക്രൂശിൽ കിടന്നോ? ഞാൻ 100 മീറ്റർ ഓടിയോ? സ്തോത്രം. അപ്പൊ ഞാൻ ഒരു സിമ്പിൾ ചിന്തേന്ന് വലിയ ചിന്തയിലേക്ക് വരാം. കാൽവരി ക്രൂശിൽ ഞാൻ കിടന്നോന്നൊക്കെ ചോദിച്ചാൽ എല്ലാരും ഇതെന്തുവാ പറയുന്നതെന്ന് ഓർക്കും അല്ലെ? അപ്പൊ ഞാനൊരു ചെറിയൊരു തോട്ടിൽ നിന്ന് വലിയൊരു തോട്ടിലേക്ക് വരാം. ഓട്ട മത്സരത്തില് നമ്മുടെ മക്കളൊക്കെ ഓടും അല്ലെ? എന്റെ കുഞ്ഞുങ്ങളൊക്കെ ഓടിയിട്ടുള്ളപ്പോ അവരെന്തേലും ഞാൻ ഓർക്കുന്നുണ്ട്. എന്റെ മൂത്ത മോള്, സ്തോത്രം, അവൾക്ക് 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാ, 4-ലും 5-ലും എങ്ങാണ്ട് പഠിക്കുമ്പോഴാ, 4-ലാന്ന് തോന്നുന്നു, അവള് 400 മീറ്റർ റിലേ റേസിൽ അവള് പങ്കെടുത്തു.
400 മീറ്റർ റിലേ റേസിൽ അവള് പങ്കെടുത്തപ്പോ ഞാനും എന്റെ ഹസ്ബൻഡും ഒക്കെ ഞങ്ങൾ ആ ഗസ്റ്റ് സ്റ്റാൻഡിൽ ഞങ്ങൾ ഇരുന്ന് ഇങ്ങനെ നോക്കുക. അപ്പം തേർഡ് റീലേ വന്നപ്പം തേർഡില് അവളുടെ ആയിരുന്നു. അപ്പൊ അവളുടെ ഹൗസ് ഏറ്റവും പിന്നിലായിരുന്നു. പക്ഷെ ഇവൾ അങ്ങോട്ട് ഓടാൻ തുടങ്ങി, ഇവൾ അങ്ങോട്ട് വേഗം. അപ്പൊ ഞാൻ അവിടെ ഇരുന്ന് പറഞ്ഞു, പരിശുദ്ധാത്മാവേ, അവളുടെ കാലിന് വേഗത കൊടുക്കണം. അവൾ ഏറ്റവും ലാസ്റ്റ്. പക്ഷെ കുഞ്ഞു അങ്ങോട്ട് ഓടാൻ തുടങ്ങിയപ്പോ അവളുടെ കാലിനൊരു പ്രത്യേക ശക്തിയും സ്പീഡും ബലവും ഒക്കെ വന്നിട്ട് അവൾ അങ്ങോട്ട് ഓടാൻ നേരത്ത് ഹല്ലേലൂയ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ കയ്യിലേക്ക് അവളെ എടുത്തിട്ട് അങ്ങോട്ട് ഓട്ടം ഓടിച്ചിട്ട് അവള് മറ്റു പിള്ളേരെക്കാട്ടിലും മുന്നിൽ അവള് കേറി വന്നിട്ട് അവൾ ആ ലാസ്റ്റ് റീലേ കൈമാറി അവളുടെ ഹൗസ് ഫസ്റ്റ് വിൻ ചെയ്തു, ഗോൾഡ് മെഡൽ വിൻ ചെയ്തു. ഓ ഹല്ലേലൂയ. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, അവളുടെ ശക്തിയല്ല, അവളുടെ ബലമല്ല, അവളുടെ കഴിവല്ല, പക്ഷെ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം ഒരു ജയാളിയുടെ മനോഭാവം എങ്ങനെയായിരിക്കുന്നേ? സ്തോത്രം. ഓടിയാൽ ഓട്ടം ജയിക്കും. അപ്പൊ ഇനി ഞാൻ തിരിച്ചാ ബാക്കി അകത്തേക്ക് വരാം. അപ്പൊ ഞങ്ങളുടെ കുഞ്ഞ് ഓടി ജയിച്ചപ്പം ഞങ്ങൾ ഓടി ജയിച്ചതുപോലെ ഞങ്ങൾ അങ്ങോട്ട് ഫോട്ടോ എടുത്തു. ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ അടുത്തൊക്കെ, എന്റെ മോളാ അത് കേട്ടോ. അപ്പൊ എന്റെ മോളാണെന്ന് എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാം, സകലർക്കും അറിയാം എന്റെ മോളാണെന്ന്. അവരോട് പറയണ്ട, അവർ ഇങ്ങോട്ട് വന്നു, നിന്റെ മോളാ ഫസ്റ്റ് അടിച്ചത്, നിന്റെ മോളുടെ ടീമാ ഗോൾഡ് മെഡൽ വിൻ ചെയ്തത്. എന്റെ ഹസ്ബൻഡ് ആണെങ്കിൽ അടുത്തിരുന്നവരോടൊക്കെ പറഞ്ഞു, ഞങ്ങളുടെ മോളാ അത് വിൻ ചെയ്തത്. ഞങ്ങൾ വിൻ ചെയ്തതുപോലെ ആയിപ്പോയി. അപ്പൊ ഞങ്ങൾ ഓടിയോ? ഞങ്ങൾ ഓടിയില്ല. ഞങ്ങൾ ഓട്ട മത്സരത്തിൽ പങ്കെടുത്തില്ല. പക്ഷെ ഞങ്ങളിൽ നിന്ന് ജനിച്ച ഒരു കുഞ്ഞ് ഓട്ട മത്സരത്തിൽ പങ്കെടുത്ത് അവള് ജയിച്ചപ്പോ ഞങ്ങള് ജയിച്ചതുപോലെ. ഓ ഹല്ലേലൂയ, സ്തോത്രം. അപ്പം വിക്ടറി. ഓക്കെ, അപ്പം ജയാളിയ. ഇനി ഞാൻ അടുത്തൊരു തലത്തിലേക്ക് കയറാം. സ്തോത്രം. അപ്പൊ കാൽവരി ക്രൂശിൽ യേശു കിടന്നു. യേശു മരണത്തിനെ തോപ്പിച്ചു, പാതാളത്തെ തോപ്പിച്ചു, പിശാചിനെ തോപ്പിച്ചു, പിശാചിന്റെ തന്ത്രങ്ങളെ തോപ്പിച്ചു. പിശാചിന്റെ കുറെ തന്ത്രങ്ങൾ ഉണ്ടായിരുന്നു. യേശു കർത്താവ് ശുശ്രൂഷിച്ച നാളുകളിലൊക്കെ ചുറ്റിനും നിന്ന് പറഞ്ഞു, ഇവൻ ഭൂതത്തെ കൊണ്ടാ ഭൂതത്തിനെ ഇളക്കുന്നത്, ഇവൻ കള്ളനാണ്, കള്ളപ്രവാചകനാണ്, ഇവൻ നുണയനാണ്, അവൻ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ യേശു ഇതൊന്നും കേൾക്കാൻ പോയില്ല. യേശു ഇതൊന്നും കേട്ടില്ല. യേശു എന്നിട്ട് പോയി കാൽവരി ക്രൂശിൽ കിടന്നു. യേശുവിനോട് പറഞ്ഞു, കാൽവരി ക്രൂശിൽ കിടന്നപ്പോ പറഞ്ഞു, നീ ദേവപുത്രൻ ആണെങ്കിൽ നീ ഒന്ന് ഇറങ്ങി വന്നേ. ആ ആണെങ്കിലെന്നൊന്നും കേൾക്കാനും പോയില്ല യേശു. യേശു കാൽവരി ക്രൂശിൽ കിടന്നു. യേശു മരിച്ചു, കല്ലറയ്ക്കകത്ത് വെച്ചു. പക്ഷെ ഇതേ മൂന്നാം നാളില് കല്ലറ പൊട്ടിച്ച് മരണത്തിനെ തോപ്പിച്ച് ജയാളിയായി ഇറങ്ങി വന്നു. എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനത്തെ തോൽവിയാ മരണം. ആ മരണത്തിനെയും കൂടെ തോപ്പിച്ചിട്ട് യേശു കർത്താവ് ജീവനോടെ പുറത്തു വന്നു. ചിലവരൊക്കെ ജീവിത നൈരാശ്യം അങ്ങോട്ട് പെരുകുമ്പോ അവര് പറയും, ഓ ഇനിയും ജീവിക്കുന്നൊന്നുമില്ല, ഇനി മരിച്ചാ മതി എന്ന് പറയും, അല്ലെ? എന്നുവെച്ചാൽ ഏറ്റവും അവസാന കയ്യാ ചെയ്യുന്നത്, മരിക്കുക. സ്തോത്രം. പക്ഷെ യേശു എന്ത് ചെയ്തു? മരണം എന്ന് പറഞ്ഞ് ഏറ്റവും അധികം മനുഷ്യനെ തോപ്പിച്ചു കളയുന്ന, മരണത്തിന്റെ മുമ്പിൽ എല്ലാം തോറ്റുപോകും, അല്ലെ? അവനെ പോലും ജയിച്ച് യേശു ജയാളിയായി കല്ലറ അടച്ചു വെച്ച കല്ലറയും തോപ്പിച്ച് യേശു പുറത്തു വന്നു. നിങ്ങളും ഞാനും മരിച്ചു കിടന്നോ? കിടന്നില്ല. നിങ്ങളും ഞാനും കാൽവരി ക്രൂശിൽ കേറിയോ? കേറിയില്ല. പക്ഷെ എന്റെ യേശു കാൽവരി ക്രൂശിൽ കേറിയപ്പോ എന്റെയും നിങ്ങളുടെയും പാപത്തിനെ വലിച്ചെടുത്തുകൊണ്ട് കാൽവരി ക്രൂശിൽ കിടന്നു. ഇനി ഞാനും നിങ്ങളും പാപത്തിനകത്ത് ബന്ധിതരായി കിടക്കണ്ട. യേശു കർത്താവ് പാപത്തിന്റെ മേലും മരണത്തിന്റെ മേലും കല്ലറയുടെ മേലും ജയിച്ചത് കൊണ്ട്, ഞാൻ അവനിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ഞാനും ഒരു ജയാളിയാ. ഹല്ലേലൂയ. എന്റെ യേശു ദരിദ്രനല്ലായിരുന്നു, എന്റെ യേശു ബഹുസമ്പന്നനായിരുന്നു. ആണ്. സ്തോത്രം. യേശുവിന്റെ വസ്ത്രം ഒറ്റ നൂലിൽ നെയ്ഞ്ഞത്. അതുകൊണ്ടാണ് യേശുവിന്റെ വസ്ത്രത്തിന് വേണ്ടി അവർ ലോട്ടിട്ടത്. ദാരിദ്ര്യം അനുഭവിക്കുന്നവരോട് ഞാൻ പറയട്ടെ, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരോട് ഞാൻ പറയട്ടെ, എന്റെ യേശു ജയാളിയാ. ഹല്ലേലൂയ. എന്റെ യേശു സമ്പന്നനാ. വെറും സമ്പന്നനല്ല, ബഹുസമ്പന്നനാ. ഹല്ലേലൂയ. പിന്നെ നിങ്ങളും ഞാനും എന്തിനാ ദാരിദ്ര്യം അനുഭവിക്കേണ്ടത്? എന്തിനാ നമ്മൾ ദാരിദ്ര്യ മനോഭാവം കൊണ്ട് നടക്കണേ? മനോഭാവം അറിയാമോ? ഞാൻ പറഞ്ഞു മനസ്സിലായി. ഇനി ഞാൻ ഇച്ചിരിയും കൂടെ ആഴത്തിലേക്ക് കയറാം. ദാരിദ്ര്യ മനോഭാവം, തോൽവി മനോഭാവം, ദാരിദ്ര്യ മനോഭാവം, ഇതൊക്കെ മൈൻഡ് സെറ്റാ.
എന്ന് പറഞ്ഞാൽ പേഴ്സിനകത്ത് 50 രൂപ നോട്ട് കാണുമ്പോഴത്തേക്ക് ഓർക്കും, ഷോ ഇനി ഈ മാസത്തെ ചെലവ് എങ്ങനെ നടക്കും, അയ്യോ ഇനി ആരോട് കടം ചോദിക്കും, ഇനി എവിടെ പോകും, യോ ഇനി ദാണ്ടിതാ ആ ബില്ല് വരും, ഈ ബില്ല് വരും, ആശുപത്രി കൊണ്ട് കൊടുക്കേണ്ടി വരും, എവിടുന്ന് കൊടുക്കും, ഇതൊക്കെ എവിടുന്ന് വരും. ദാരിദ്ര്യ മനോഭാവം കയറി. സാധനങ്ങൾ മേടിക്കാൻ ചെല്ലുമ്പം ഏറ്റവും വില കുറഞ്ഞത് പെറുക്കിയെടുത്തിട്ട്, ഏറ്റവും ചെറുത് പെറുക്കിയെടുത്തിട്ട്, ഷോ ഇത് നമുക്ക് ഇത് മേടിച്ചാൽ മതി, ഇനി എങ്ങനെ തികയും, ഇതെങ്ങനെ തികയ്ക്കും, ഇതെന്തോ ചെയ്യും, എവിടുന്ന് കൊണ്ടുവരും, ഷോ നമ്മൾക്ക് ഒരു നേരം കഞ്ഞി വെച്ച് കുടിച്ചാൽ മതി, 3 നേരം കുടിക്കാനുള്ള വകയില്ലെന്നേ. ദാരിദ്ര്യം കേറി, ചിന്തകൾക്കകത്ത് ദാരിദ്ര്യം കേറി. ആരിലും വീട്ടിൽ വന്ന അശോ ഇവരും കൂടെ വന്നു, ഇനി ഇവരും കൂടെ തിന്നാൻ വന്നു, ഇനി എവിടുന്നും എടുത്തു കൊടുക്കും, ഞങ്ങൾക്കോ തിന്നാനില്ല, ഇനി ഇവർക്കും കൂടെ എങ്ങനെ തിന്നാൻ എടുത്തു കൊടുക്കും. ദാരിദ്ര്യ മനോഭാവം കേറി വന്നു. സ്തോത്രം. മക്കൾ എന്തെങ്കിലും ചോദിക്കുവാണെങ്കിൽ മക്കളോട് പറയും, ശോ കുഞ്ഞെ ഇപ്പൊ മേടിക്കാനൊന്നും നിവൃത്തിയില്ല, പറ്റത്തില്ല. കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം, കർത്താവിനോട് പ്രാർത്ഥിക്കാൻ. നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ, നിങ്ങൾ ദൈവത്തിനോട് ചോദിക്കും, പറഞ്ഞ് പഠിപ്പിച്ചെടുക്കണം. എല്ലാം മേടിച്ചു കൊടുത്ത് അവരെ ലാവിഷാക്കി ചീത്തയാക്കുവല്ല, പക്ഷേ അവരെ പഠിപ്പിച്ചെടുക്കണം. നിങ്ങൾക്ക് ഒരു ആവശ്യമുണ്ടോ, ആദ്യം നിങ്ങൾ കർത്താവിനോട് പറ, കർത്താവ് അപ്പം അപ്പന്റെയും അമ്മയുടെയും ഹൃദയത്തിനകത്ത് ഇടപെടും, നിങ്ങൾക്ക് അന്നേരം മേടിച്ചു തരാം. സ്തോത്രം. പക്ഷെ അതിനപ്പുറം ഒരു കാര്യം, മക്കൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഷോ ഒന്നുമില്ല, കുഞ്ഞുങ്ങളെയും പഠിപ്പിച്ചു വെക്കും. ഇന്ന് ആ ദാരിദ്ര്യ മനോഭാവം, ഇന്ന് ആ നൊമ്പരത്തിന്റെ മനോഭാവം ഒക്കെ പൊട്ടട്ടെ യേശുവിന്റെ നാമത്തില്. സ്തോത്രം. ഹല്ലിയ. ഒരു ചെറിയ ഒരു കാര്യം കാണുമ്പോഴത്തേക്ക് ഹൃദയത്തിനകത്ത് കയറി വരും, ഇനി അത് രോഗമാണോ. എവിടോ ഒരു ഞൊണല് കണ്ടപ്പം അവര് പറഞ്ഞു, ആ ഒരു ഞൊണൽ അത് ക്യാൻസർ ആയി മാറിയെന്നു. അയ്യോ ഇനി ഇത് വല്ലതും ആകുമോ. എന്നും പരിശോധനയാ. ശരീരത്തിൽ മൊത്തം എവിടെയെങ്കിലും ഒക്കെ ഒരു ഞൊണലുണ്ടെങ്കിൽ അതിനെയൊക്കെ തൊട്ടും പരിശോധിച്ചും ഡോക്ടറിന്റെ അടുത്തും പോയി ഇരിക്കുക. എന്താ ഇനി ആ വേദന, ചിലപ്പോ ആ ഒരു വേദന ഇനിയും രോഗമാണോ. ഇന്ന് ഏറ്റവും അധികം അറിയാവുന്ന ഒരു രോഗം ക്യാൻസർ, ഏറ്റവും വലിയ രോഗങ്ങളിലേക്കും വലിയ രോഗം ക്യാൻസറാ. പക്ഷെ സ്തോത്രം, ആ മനോഭാവം പൊട്ടിച്ചാൽ രക്ഷപ്പെടാം. കർത്താവിന്റെ വചനം പറയുന്നത് 12:2 എന്താ പറഞ്ഞേ, ഈ ലോകത്തിന് അനുരൂപരാകാതെ, നിക്കട്ടെ, ഈ ലോകത്തിന് അനുരൂപരാകാതെ. ലോകക്കാര് പറയുന്നതാ, പനി വന്നോ, അയ്യോ അടുപ്പിച്ചാണോ പനി വരുന്നത്, അയ്യോ എല്ലാ 10 ദിവസം കൂടുമ്പോ നിങ്ങൾക്ക് പനിയാണോ വരുന്നത്, അയ്യോ എന്നാ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, വല്ലോ രോഗമായിരിക്കും, എന്നിട്ട് അതിന്റെ കൂടെ ഒരു വാലും കൂടി ഇട്ട് തരും. ആ വീട്ടിലുണ്ടല്ലോ, ആ വീട്ടിലെ മോനെ ചെന്ന് പരിശോധിച്ചപ്പോ ബ്ലഡ് ക്യാൻസർ ആയിരുന്നു, അടുപ്പിച്ച് പനി വന്നോണ്ടിരുന്നു. ലോകത്തിന് അനുരൂപരാകാൻ നമ്മളെ വിളിച്ചിട്ടില്ല. എന്നൊന്ന് പറഞ്ഞേ, ലോകത്തിന് അനുരൂപരാകാൻ എന്നെ വിളിച്ചിട്ടില്ല, എന്നെ അതിന് കിട്ടത്തില്ലെന്ന് പറഞ്ഞേ. സ്തോത്രം. 1 പത്രോസിന്റെ ലേഖനത്തിനകത്ത് വചനം പറയുന്നത്, അവൻ ആരെ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞ അവൻ ചുറ്റിനും നടക്കുന്നേ. 1 പത്രോസ് 5:8. എന്തിനാ ആത്മനിയന്ത്രണം ഉണ്ടാകാൻ പറഞ്ഞത്? ആത്മാവിൽ ബലപ്പെടുന്നവന് ചിന്തകളെ ഒതുക്കാൻ കൃപയുണ്ട്. സ്തോത്രം. ആത്മാവ് പൊങ്ങി വരും. നമ്മൾ പറയത്തില്ലേ, അയ്യോ പൗലോസ് അപ്പോസ്തലൻ എന്താ പറഞ്ഞത്, ആത്മാവിന് വലിയ ഇഷ്ടമാ, പക്ഷെ ജഡം ബലഹീനമാ. ആ ജഡത്തിന്റെ ബലഹീനം മാറണമെങ്കിൽ എനിക്ക് ഒറ്റ കാര്യമേ പറ്റത്തുള്ളൂ, അയ്യോ ക്രിസ്തു മാത്രമേ ഉള്ളൂ എനിക്ക് രക്ഷ, ഈ ക്രിസ്തുവിനെ ഞാൻ അറിഞ്ഞതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അല്ലേ? റോമക്കാരുടെ ലേഖനം പഠിക്കുമ്പോ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്ന് പറയുക, അല്ലെ? ഞാനൊരു അരിഷ്ട മനുഷ്യനാ, എനിക്കൊന്നും സാധിക്കത്തില്ല. പക്ഷെ ഇതിനകത്തൊക്കെ എന്നെ വിടുവിക്കാനും എന്നെ രക്ഷപ്പെടുത്തുവാനുമായിട്ട് ദേണ്ട് വന്നു കർത്താവ്. ഹല്ലേലൂയ. എനിക്ക് യേശു വന്നു. എന്റെ ജഡം കൊണ്ട് എനിക്ക് പറ്റത്തില്ല, പക്ഷെ എനിക്ക് എന്റെ ആത്മാവും കൊണ്ട് സകലതും സാധിക്കും. എന്താ? ആത്മാവ് ജയാളിയാ. ജയാളിയുടെ ആത്മാവാ ഞാൻ യേശുവിനെ വിശ്വസിക്കുമ്പോൾ എന്റെ അകത്ത് ഇട്ട് തന്നിരിക്കുന്നത്. കല്ലറെ തോപ്പിച്ച്, മരണത്തെ തോപ്പിച്ച്, പാപത്തിനെ തോപ്പിച്ച്, ശാപത്തിനെ തോപ്പിച്ച്, സകലത്തിനെ, സമയ പരിമിതികളെ തോപ്പിച്ച്, ആണ്ടുകളെയും സ്തോത്രം വർഷങ്ങളെയും എല്ലാത്തിനെയും യുഗങ്ങളെയും സകലത്തിനെയും തോപ്പിച്ച് ജയാളിയായവന്റെ ആത്മാവ് എന്റെ അകത്ത് വന്ന് കയറിയിരിക്കുന്നേ. സ്തോത്രം. ഹല്ലേലൂയ. വചനം പറയുന്ന ഒന്നുകൂടെ വെച്ച് 1 പത്രോസ് 5:8. ആത്മനിയന്ത്രണമുള്ളവരായി എന്ന് പറഞ്ഞേ, ആത്മനിയന്ത്രണം ഉള്ള വ്യക്തിയായി ഞാന്. ഹല്ലേലൂയ. ആത്മനിയന്ത്രണമുള്ള വ്യക്തിയാ ഞാന്. സ്തോത്രം. ഹല്ലേലൂയ. ആത്മനിയന്ത്രണം ഉള്ളവരായി എങ്ങനെ? ഓ സ്തോത്രം. പറയുന്ന ഉണർന്നിരിപ്പിൻ. എവിടെ ഉണർന്നിരിക്കണ്ടേ? ഞാൻ പറയട്ടെ, ആത്മാവൊന്ന് ഉണർന്ന് കത്തിക്കേറിയാൽ ജഡം ഉണർന്നോളും. സ്തോത്രം. ആത്മാവ് ഉണർന്ന് കത്തിക്കേറാത്തത് കാരണം ആ ജഡം ഉണരാതിരിക്കുന്നത്. ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുന്നുണ്ട് സഹോദരി, പക്ഷെ എനിക്ക് ഉറക്കം കയറിയൊന്ന് മൂടുക. അയ്യോ ആത്മാവിലൊന്ന് കേറി വാ.
ആത്മാവൊന്ന് കത്തിക്കേറട്ടെ. സ്തോത്രം. ആത്മാവൊന്ന് തീ പിടിക്കട്ടെ. അകത്തൂന്ന് തീ പിടിക്കുമ്പോ പുറത്ത് ഉണർന്നിരിക്കും അല്ലേ? അകത്തൂന്നല്ലേ ചുമ വരുന്നത്? അകത്തൂന്ന് ചുമ വന്ന് അകത്ത് തൊണ്ട ചൊറിയുമ്പോഴാ പുറത്തോട്ട് ചുമ വരുന്നത്. അതേപോലെ തന്നെയുള്ളൂ. അകത്ത് വയറ്റിനകത്ത് ഗ്യാസ് കിടന്ന് ഉരുളുമ്പോഴാ അയ്യോ എനിക്ക് വയറ്റിനകത്ത് വെപ്രാളമായി, വിഷമമായി, ഗ്യാസ് ഉണ്ടായി എന്നൊക്കെ പറയുന്നത് അല്ലേ? അകത്തൂന്ന് പുറത്തേക്ക്. ഹല്ലേലൂയ, സ്തോത്രം. അകത്ത് ഹൃദയത്തിനകത്ത് കിടന്ന് കയ്പിങ്ങനെ വെച്ചിരിക്കുക. അത് കുറച്ച് മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഭർത്താവിന്റെ അടുത്ത് ചെന്ന് നിങ്ങൾ എന്തോ ഒരു മനുഷ്യനാ പറയും അല്ലെ? അല്ലെങ്കിൽ ഭാര്യയോട് ഭർത്താവ് പറയും നീ എന്തൊരു സ്ത്രീയാടി എന്നൊക്കെ പറയും. അകത്ത് കിടന്ന് ഇങ്ങനെ കയ്പ് കിടന്ന് ഉരുളുക. സ്തോത്രം. അപ്പൊ തിരുവചനം പറയുന്നു, ഒന്നും കൂടെ വായിച്ചേ. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വചനമാ. 1 പത്രോസ് 5:8. ആത്മനിയന്ത്രണമുള്ളവരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ എന്ന് പറഞ്ഞേ. ഉണർന്നിരിപ്പിൻ. ഹല്ലേലൂയ. ഞാൻ ഉണർന്നിരിക്കും, ആത്മാവിൽ ഉണർന്നിരിപ്പിൻ. എന്നിട്ട് നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് അന്വേഷിച്ചു. അലറുന്ന സിംഹം പോലെ. അലറുന്ന സിംഹമൊന്നും അല്ല അവൻ. അലറുന്ന സിംഹം പോലെ ചിലർ വേഷം കെട്ടത്തില്ലേ, മേക്കപ്പ് ഒക്കെ ഇട്ട്. ഈ കഥകളിക്ക് ഞാൻ കണ്ടിട്ടുണ്ടേ. അയ്യോ, സാധാരണ ആൾക്കാർ, ഞാൻ അവര് കഥകളിക്ക് ചുട്ടി കുത്തുന്ന ഞങ്ങൾ ഇങ്ങനെ വായും പൊളിച്ച് നോക്കി ഇങ്ങനെ ചെന്ന് ഇരുന്നിട്ടുണ്ട്. ചുട്ടി കുത്തിയൊക്കെ കഴിഞ്ഞിറങ്ങി വന്ന് കണ്ണും കൊണ്ടൊക്കെ ഓരോന്ന് കാണിച്ചപ്പോ ഞാൻ അപ്പയോടും അമ്മയോടും പറഞ്ഞു നമുക്ക് ഇവിടെ നിൽക്കണ്ട, നമുക്ക് വീട്ടിൽ പോവാം, എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞു. ഓടിപ്പോയി ഞാൻ വീട്ടില്. എന്നുവെച്ചാൽ അവരുടെ കണ്ണും കൊണ്ടൊക്കെ അവർ ഓരോന്നൊക്കെ കാണിക്കുന്ന കണ്ടപ്പോ എനിക്ക് പേടിയായി പോയി. അവരുടെ വിരളിലൊക്കെ വലിയ നഖമൊക്കെ ഇട്ട് അവര് ഓരോ പുരാണത്തിലെ ഓരോ കഥാപാത്രങ്ങളായി തീർന്നു. അവര് സ്റ്റേജിനെ അവര് മാറ്റിയെടുത്തു അവരുടെ വേഷം കൊണ്ട്. ഹല്ലേലൂയ. അവരെ കണ്ടാ പേടിച്ചു പോയി. അലറുന്ന സിംഹം പോലെ. സ്തോത്രം. എന്റെ മമ്മി എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ അപ്പൂപ്പൻ, എന്റെ മമ്മിയുടെ അച്ഛൻ ഒരു കഥകളിക്കാരനായിരുന്നു. രാജാവിന്റെ കയ്യിൽ നിന്നൊക്കെ ഓരോന്നൊക്കെ ഗിഫ്റ്റുകളും സ്വർണങ്ങളും ഒക്കെ മേടിച്ച ആളാ. പക്ഷെ ഞാൻ കർത്താവിന്റെ കൃപയാൽ കഥകളി ചുട്ടി ഒന്നും ഇട്ട് എന്റെ അപ്പൂപ്പനെ കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഓടിപ്പോയെന്ന്. എന്നുവെച്ചാൽ എന്റെ മനസ്സിൽ ഇപ്പോഴും നിപ്പുണ്ട്. ഞാൻ കഥകളിക്ക് മുമ്പ് ഉണ്ടായിരുന്നവരെയൊക്കെ നോക്കി ഞാൻ ചിരിച്ചു. നല്ല അവര് കണ്ട സാധാരണ ആൾക്കാര്, മുണ്ടും വേഷമൊക്കെ ആയിട്ട് നല്ല മനുഷ്യര്. അവര് ചുട്ടിയൊക്കെ കുത്തി ഇറങ്ങി വന്നപ്പോഴും ഞാൻ അതിശയിച്ചു, അയ്യോ എത്ര മാറ്റമോ ഇവരുടെ മുഖത്ത്. അവര് വേഷം ധരിച്ചപ്പം അയ്യോ അവരെ കണ്ടാ നമ്മൾ പേടിച്ചു പോകും. ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളിത് കാണാനിരുന്നപ്പോ എന്റെ മുമ്പിലൊക്കെ വന്ന് അവര് കണ്ണ് മിഴിച്ചിട്ട് അവരിങ്ങനെ കണ്ണൊക്കെ വിറപ്പിച്ച് പിരിയൊക്കെ വിറപ്പിച്ച് വിരലൊക്കെ എടുത്ത് ഇങ്ങനെ കാണിച്ച് അവിടെ പിന്നെ ഇരിക്കാൻ ധൈര്യം കിട്ടിയില്ല. വചനം പറയുന്നു അവൻ അലറുന്ന സിംഹം പോലെ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ അവൻ മുഖമൂടിയിട്ട്, അവൻ കള്ളത്തരങ്ങൾ ചമഞ്ഞ്, അവൻ രോഗത്തിന്റെ വേരിട്ട്, കുടുംബത്തിനകത്ത് പ്രശ്നമിട്ട്, മക്കളുടെ ഹൃദയത്തിനകത്ത് നൊമ്പരങ്ങളിട്ട്, ഓരോന്നു പോലെ അവനെ പിടിച്ചാൽ അവനെ വേരോടെ പറിച്ചെടുക്കണം. സ്തോത്രം. ആർക്കാ പറിച്ചെടുക്കാൻ സാധിക്കുന്നതെന്നറിയോ? ആത്മാവിൽ ഉണർന്നിരിക്കുന്നവന്. സ്തോത്രം. ആത്മാവില് ബലപ്പെട്ടിരിക്കുന്നവന്, ആത്മാവിൽ ശക്തിയുള്ളവന്, ആത്മാവിൽ തീ കത്തുന്നവന് ഈ അലറുന്ന സിംഹത്തിനെ പിടിച്ചു കെട്ടാനുള്ള കൃപ ദൈവം പകർന്നിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് എഫെസ്യരുടെ ലേഖനം 6 പറയുന്നത്, നിങ്ങള് ഹല്ലേലൂയ 6:11 പറയുന്നത്, നിങ്ങള് ദൈവത്തിന്റെ സർവായുധ വർഗങ്ങള് ധരിച്ചുകൊള്ളുവൻ. എന്നിട്ട് നിങ്ങള് പിശാചിന്റെ സകല തന്ത്രത്തെ നിങ്ങൾ യുദ്ധം ചെയ്ത് നേരിടാൻ. ഒന്ന് തല പൊക്കുമ്പോഴുണ്ട്, നമ്മുടെ വീട്ടിലൊക്കെ പറമ്പില് കള പൊങ്ങും അല്ലെ, വീഡ്സ് പൊങ്ങും. നമ്മൾ അല്ലെങ്കിൽ പുല്ല് പൊങ്ങും, പോച്ച പൊങ്ങും. പോച്ച ഞാൻ കണ്ടിട്ട് എന്റെ അമ്മൂമ്മയൊക്കെ മെനക്കെട്ടിരുന്ന് പോച്ച പറിക്കുന്ന കണ്ടിട്ടുണ്ട്. ഇതെന്തോ ഒരു പരിപാടിയാന്ന് ഓർത്തിട്ട്. പക്ഷെ പോച്ച അങ്ങനെ മെനക്കെട്ടിരുന്ന് പറിച്ചില്ലെങ്കിൽ അത് ഒരു മഴക്കാലം ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അത് കാട് പോലെ കേറി പിടിക്കും. നമ്മുടെ പറമ്പിലൊക്കെ ചില കൃഷിയൊക്കെ ചെയ്തതിന്റെ ഇടയിൽ ഒരു ചെറിയൊരു കള പൊങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെയാ ഒരു കത്രിക എടുത്ത് ഇങ്ങനെ മുറിച്ചു കളയുമോ? അങ്ങനെയല്ല ചെയ്യുന്നേ. അതിനെ എന്താ ചെയ്യുന്നത്? അത് തല പൊക്കുമ്പോഴത്തേക്ക് അതിനെ വേരോടെ പിഴുതെടുക്കും. ഞാൻ പറയട്ടെ, ജീവിതത്തിനകത്ത് എന്തെങ്കിലും മെല്ലെ തല പൊക്കുമ്പം അതിനെ അടിവേരോടെ പിഴുതെടുത്ത് ദൂരെ കളയണം. എങ്ങനെ കളയണമെന്നറിയാമോ? ആത്മാവിൽ കത്തിക്കേറിയിട്ട്, ലോകത്തിന്റെ മനോഭാവത്തിലല്ല, ആത്മാവിന്റെ മനോഭാവത്തിൽ, ജയാളിയുടെ മനോഭാവത്തിൽ അതിനെ വേരോടെ പിഴുതെടുത്ത് ദൂരെ കളയണം. എങ്ങനെയാ വേരോടെ പിഴുതെടുക്കാൻ പറ്റുന്നതെന്നറിയോ? നമ്മള്
ലോകത്തിൽ നമ്മള് അല്ലെ, ഞാൻ പറഞ്ഞില്ലേ എന്റെ മോൾ ഓടിയപ്പം അവളുടെ കാലും കൊണ്ട് ഓടി, വേഗതയിൽ അവൾ ഓടി. സ്തോത്രം. നമ്മള് പോച്ചയൊക്കെ പിഴുതെടുക്കുവാണെങ്കിൽ ഒന്നിൽ വിരലും കൊണ്ടൊക്കെ പിഴുതെടുക്കും, അല്ലെങ്കിൽ തൂമ്പായും കൊണ്ട് കിളച്ചെടുക്കും. തൂമ്പായും കൊണ്ട് കിളച്ചെടുത്താൽ അടിവേര് പോലും കാണത്തില്ല. സ്തോത്രം. ഹല്യ. ഇന്ന് ആത്മാവിലായിരിക്കുന്ന വ്യക്തികള് വചനമായ വാളെടുത്തിട്ട് അടിവേരോടെ പിഴുതെടുത്ത് മാറ്റണം. ഹല്യ. ജയാളിയായി ജീവിക്കണോ? ജയത്തിന്റെ ഘോഷം മുഴക്കണം. ഹല്ലേലൂയ. ജയാളിയായിട്ട് ജീവിക്കണോ? ലോകം പറയുന്നത് പോലെ ചെറിയൊരു ഞുണു കണ്ടാല് അയ്യോ അത് അതാ ഇതാന്ന് പറയല്. ആത്മാവിൽ വിളിച്ചു പറയണം, ഹല്ലേലൂയ, ഞാൻ ഒരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാ, എന്റെ ശരീരത്തിനകത്ത് യേശുവിന്റെ രക്തമാ ഒഴുകുന്നത്, എന്റെ കുടുംബം യേശു പണിത കുടുംബമാ, ഹല്ലേലൂയ, എന്റെ കുടുംബത്തിന്റെ നാഥൻ യേശുവാണ്, എന്റെ മക്കള് ലോകത്തിൽ ഉന്നതരും ക്രിസ്തു യേശുവിൽ പ്രശസ്തരുമായി തീരും. ഹല്ലേലൂയ. ഇങ്ങനെ വചനം പറഞ്ഞ് അതിനെ അടിവേരോടെ പിഴുതു മാറ്റണം. സ്തോത്രം. ഹല്ലേലൂയ. റോമൻസ് 8:37 ഒന്നും കൂടെ വരാം. റോമൻസ് 8:37. ഹല്ലേലൂയ. വചനം പറയുന്നത്, no, despite all these things, overwhelming victory is ours through Christ who loved us. നിങ്ങൾ വായിച്ചേ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം, നമ്മളെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം. എങ്ങനത്തെ ജയം? പൂർണ്ണ ജയം. അല്ലെ എന്ന് പറഞ്ഞ് പൂർണ്ണ ജയം. പൂർണ്ണ ജയം എന്താണെന്നറിയോ? ഒരിക്കലും ശത്രുവിന് ഒരിക്കലും പൊങ്ങി വരത്തില്ല. ഞാനൊരു ഇല്ലസ്ട്രേഷൻ ഇന്ന് ഇംഗ്ലീഷ് മെസ്സേജിൽ ഞാൻ ഉപയോഗിച്ചത്, ഒളിമ്പിക്സില് ജയാളിയാവുന്നവൻ ഗോൾഡ് മെഡലിസ്റ്റ്, സിൽവർ മെഡലിസ്റ്റ്, ബ്രോൺസ് മെഡലിസ്റ്റ്, ബാക്കിയെല്ലാം തോറ്റവര്. അപ്പം ഈ സിൽവർ മെഡലിസ്റ്റിനും ഗോൾഡ് മെഡലിസ്റ്റിനും സാധ്യതയുണ്ട് അടുത്ത ഒളിമ്പിക്സിൽ അവരെ ട്രെയിൻ ചെയ്ത് ഈ ഗോൾഡ് മെഡലിസ്റ്റിനെ കാട്ടിലും അധികം വിൻ ചെയ്യാനായിട്ട്, അല്ലെ? അടുത്ത ഒളിമ്പിക്സില് ഈ ഗോൾഡ് മെഡലിസ്റ്റിനെ തോപ്പിക്കാനായിട്ട് സിൽവർ മെഡലിസ്റ്റിനും ബ്രോൺസ് മെഡലിസ്റ്റിനും സാധ്യതകളുണ്ട് അവരുടെ ട്രെയിനിങ് കാരണം. പക്ഷെ ഒന്ന് ഓർത്തു നോക്കിക്കേ, ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ഈ ഗോൾഡ് മെഡലിസ്റ്റ് ഒരു വാളെടുത്തിട്ട് ആ രണ്ട് സിൽവർ മെഡലിസ്റ്റിനെയും ബ്രോൺസ് മെഡലിസ്റ്റിനെയും വെട്ടി അരിഞ്ഞ് ദൂരെ മാറ്റി കളയുവാണെങ്കിൽ പിന്നെ എവിടെങ്കിലും പൊങ്ങി വരുവോ? പിന്നെ ഈ സിൽവർ മെഡലിസ്റ്റും ഗോൾഡ് മെഡലിസ്റ്റും അടുത്ത ഒളിമ്പിക്സിൽ പൊങ്ങി വരുവോ? പൊങ്ങി വരത്തില്ല. എന്നേക്കുമായി അവര് ഖലാസ്, ഫിനിഷ്, തീർന്നു, പറഞ്ഞു പോയി. ഹല്ലേലൂയ. ദൈവവചനം പറയുന്നേ, ക്രിസ്തുയേശുവിന്റെ സ്നേഹം കാരണം നാമോ പൂർണ്ണ ജയാളികൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ കാണുന്ന ചില സീസൺസ്, ചില കുടുംബത്തിലൊക്കെ കുറച്ചു നാള് സാമ്പത്തിക ബുദ്ധിമുട്ട്, അത് കഴിഞ്ഞ് പിന്നെ ഒരു നല്ല കാലം, അങ്ങനെയാ നാട്ടുകാരങ്ങനെയാ പറയുന്നത്, നല്ല കാലം കഴിഞ്ഞിട്ട് പിന്നെ സാമ്പത്തികം പിന്നെയും കുറഞ്ഞു പോകും. അപ്പൊ ആൾക്കാർ പറയും, അയ്യോ ഒരു സീസൺ ഉണ്ട്, എല്ലാത്തിനും ഒരു സീസൺ ഉണ്ട്, ആ സീസൺ അത് സീസണാ, ഒരു താഴ്ചയാ, അത് കഴിഞ്ഞൊരു കുന്നുണ്ട്, അത് കഴിഞ്ഞൊരു നല്ല കാലമുണ്ട്. ഇപ്പൊ മോശക്കാലമാ നിങ്ങൾക്ക്, ഇപ്പം ഗുളികൻ ചാടിയ കാലം, ഇപ്പം താഴ്ചയാ, അത് കഴിഞ്ഞിട്ട് ഉയർച്ചയുണ്ട്. നോൺസെൻസ്. അത് ഏറ്റവും വലിയ നോൺസെൻസാ. ഞാൻ പറയട്ടെ, നമ്മുടെ ആവശ്യങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മുടെ സാമ്പത്തികം വർദ്ധിച്ചോളും. നമ്മുടെ കുടുംബം വലുതാകുന്നതിനനുസരിച്ച് നമ്മുടെ സ്നേഹം വർദ്ധിച്ചോളും. ഹല്ലേലൂയ. നമ്മുടെ മക്കള് വലുതാവുന്നതിനനുസരിച്ച് അവർക്കുള്ള ജോലികൾ റെഡി ആയിക്കോളും. സ്തോത്രം. തിരുവചനം പറയുന്നു, വി ആർ മോർ ദാൻ വിക്ടോറിയസ്. ഹല്ലേലൂയ. നമ്മൾ ജയാളിയെക്കാട്ടിലും ജയാളിയ. നമ്മുടെ കുടുംബങ്ങൾക്കകത്ത് ഒരു നാളിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാൽ പിന്നെ മേലിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടാകില്ല. അതിന്റെ അടിവേരോടെ അതിനെ പിഴുതു മാറ്റണം. എന്നുവെച്ചാൽ ക്രിസ്തുയേശുവിൽ എനിക്ക് വർധനവേ ഉള്ളൂ. ഏലിയാവിന്റെ വീട്ടിൽ ചെന്ന്, ഏലിയാവ് സറാഫാത്തിലെ വിധവ സ്ത്രീയുടെ വീട്ടിൽ ചെന്നു. ആ വീട്ടിൽ ചെന്നിട്ട് വചനം പറയുന്നു, പിന്നെ ഒരിക്കലും മേലില് ആ സ്ത്രീക്ക് ഒരിക്കലും ക്ഷാമം ഉണ്ടായില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ കുടുംബങ്ങളില് ഒരിക്കലും ക്ഷാമം ഉണ്ടാവില്ല. സ്നേഹത്തിന് ക്ഷാമം ഉണ്ടാവില്ല, മക്കൾക്ക് ക്ഷാമം ഉണ്ടാവില്ല, ബന്ധത്തിന് ക്ഷാമം ഉണ്ടാവില്ല, നന്മയ്ക്ക് ക്ഷാമം ഉണ്ടാവില്ല, ഉയർച്ചയ്ക്ക് ക്ഷാമം ഉണ്ടാവില്ല. ഒന്നിനും
ക്ഷാമം ഉണ്ടാവല്ലേ. സ്തോത്രം. ഇന്ന് പറഞ്ഞേ, എനിക്ക് ജയാളിയുടെ മനോഭാവം. ഹല്യ. എന്ത് വരുമ്പോഴും നേരിടുമ്പോഴും പറയണം, ഞാൻ ജയിച്ചവനാ, ഞാൻ ക്രിസ്തു യേശുവിലൂടെ ജയിച്ചവനാ, ഞാൻ ഇതിന്റെ മേളിൽ നടക്കും, ഞാൻ ഇതിനെ അതിജീവിക്കും, ഞാൻ ജയിച്ചവനായി പുറത്തിറങ്ങും, എനിക്കും എന്റെ തലമുറയ്ക്കും ഒന്നിനും ഒരു മുട്ടുണ്ടാവത്തില്ല. സങ്കീർത്തനം 23:1 പറയുന്നത്, കർത്താവിന്റെ ഇടയനായതുകൊണ്ട് എനിക്ക് ഒന്നിനും മുട്ടുണ്ടാവത്തില്ല. എനിക്കൊന്നിനും, എനിക്ക് സ്നേഹത്തിന് കുറവുണ്ടാവത്തില്ല, കുടുംബജീവിതത്തിനകത്ത് കുറവുണ്ടാവത്തില്ല, ഭാര്യയ്ക്കകത്ത് കുറവുണ്ടാവത്തില്ല, മക്കൾക്കകത്ത് കുറവുണ്ടാവത്തില്ല, ഭർത്താവിനകത്ത് കുറവുണ്ടാവത്തില്ല, സാമ്പത്തികത്തിൽ കുറവുണ്ടാവത്തില്ല, ആരോഗ്യത്തിൽ കുറവുണ്ടാവത്തില്ല, മനസ്സമാധാനത്തിൽ കുറവുണ്ടാവത്തില്ല. എനിക്ക് ഒന്നിനും കുറവുണ്ടാവത്തില്ല. ഒരു ജയാളിയുടെ മനോഭാവം. തോറ്റുകൊടുക്കല്ലേ, വിട്ടുകൊടുക്കല്ലേ. സാഹചര്യങ്ങൾ കാണുമ്പോൾ അയ്യോ പൊത്തോ പറയല്ലേ, ഉണർന്നിരിപ്പിൻ, ആത്മാവിൽ കേറ്, കത്തിക്കേറ്. ഹല്ലേലൂയ. സ്തോത്രം. സ്വന്തമായിട്ട് ആത്മാവിൽ കത്തിക്കേറണം, പ്രാർത്ഥിക്കണം, ആരാധിക്കണം, വചനം എടുക്കണം. ക്ഷീണം തോന്നുന്നുണ്ടോ? വചനം വിതയ്ക്കണം. ഹല്ലേലൂയ. എന്റെ സകല ആവശ്യങ്ങളെയും നടത്തിയെടുക്കുന്ന നല്ല കർത്താവ്. ലോകക്കാരെ പോലെ ആകല്ലേ. സ്തോത്രം. വിക്ടർ മൈൻഡ് സെറ്റ് എന്നൊന്ന് പറഞ്ഞേ, വിക്ടർ മൈൻഡ് സെറ്റ്, ജയാളിയുടെ മനോഭാവം. ഹല്ലേലൂയ. ജയിച്ചവനെയാ സേവിക്കുന്നത്, തോറ്റവനെ അല്ല സേവിക്കുന്നത്. ജയിച്ചവനെ സേവിക്കുന്നത് കൊണ്ട് ഞാൻ ജയിച്ചവളാ, ഞാൻ ജയിച്ചവനാ, ഞാൻ ഉയരത്തിലേക്ക് കയറും. എന്റെ ജീവിതത്തിൽ ഒരിക്കലും താഴ്ച ഉണ്ടാകത്തില്ല, എന്റെ ജീവിതത്തിൽ ഒരിക്കലും കുറവുണ്ടാവത്തില്ല, എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഒന്നിനും ഒരു നന്മയ്ക്കും കുറവുണ്ടാവത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബ്ലെസ് യു. മനോഭാവങ്ങൾ മാറ്റിയാൽ, പുതിയ സൃഷ്ടിയുടെ മനോഭാവങ്ങളിലേക്ക് വന്നാൽ കർത്താവിനെ അനുഗ്രഹിക്കാൻ സാധിക്കും. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തിട്ട് ധൈര്യമായിട്ടിരിക്കുക. ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ഹല്ലേലൂയ.